ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകങ്ങളായ അറസ്റ്റ് നടന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. അതേപോലെ തന്നെ SITക്ക് കോടതിയിൽ നിന്നും ശകാരം ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക സംഭവ വികാസങ്ങൾക്കുള്ള നടന്ന ദിവസമായിരുന്നു ഇന്നലത്തേത് അല്ലേ? അപ്പോൾ ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്താണ്, അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ മണിക്കൂർ തുടങ്ങാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിന് പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്നു എന്നാണ് വിവരം. ഉന്നതരുടെ പങ്കിനെ കുറിച്ച് SIT അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും പ്രതി ചേർക്കുന്നതിലും വൈകാതെ തീരുമാനമുണ്ടാകും. ഈ കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് VS അനുവിനോട് ചോദിക്കാം. അനുണ്ട് നമുക്കിപ്പം തത്സമയം. VS അനു, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകങ്ങളായ 2 അറസ്റ്റ് നടന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇത് നിർണായകങ്ങളെന്ന് പറയാനുള്ള കാരണം തന്നെ ഈ ഇതുവരെ അറസ്റ്റിലായവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ, മുൻ പ്രസിഡന്റ്, അതിനുശേഷം ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ ഉദ്യോഗസ്ഥർ. അതായത് സ്വർണ്ണ മോഷണം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ജയിലിൽ കിടക്കുന്നതും ആരോപണ വിധേയരായിട്ടൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ 2 അറസ്റ്റ് അത് സംസ്ഥാനത്തിന് പുറത്ത് നടന്നിരിക്കുന്ന ഒരു അറസ്റ്റാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു ഇന്നലത്തെ. അപ്പം ഈ വിഷയത്തിന് ഇപ്പോൾ ഒരു അന്തർ സംസ്ഥാന ബന്ധം കൂടി കൈവന്നിരിക്കുന്നു. നേരത്തെ അത് ഊഹാപോഹങ്ങളായിരുന്നു, അതല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്ന വിഷയമാണെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. ഒരു അന്തർ സംസ്ഥാന ബന്ധം ഈ വിഷയത്തിന് ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? ഇപ്പോൾ ഇന്നലെ കോടതി തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വലിയ മീനുകളിലേക്ക് എത്തുന്നില്ല, ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി തന്നെ ചോദിച്ചൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. എന്താണ് SITയുടെ അടുത്ത നീക്കം? VS അനു. ഗുഡ് മോർണിംഗ് സേതു. യഥാർത്ഥത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സേതു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്ന ദിവസമാണ് ഇന്നലെ. ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതുകൂടാതെ തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെയും ഇന്നലെ രാത്രി കോടതിയിൽ ഹാജരാക്കി അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഈ പറയുന്ന കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്ത, അതായത് കൊള്ള എന്ന് പറയുന്ന കൃത്യത്തിൽ പങ്കെടുത്ത 2 പേരാണ് ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും. കാരണം പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് സ്വർണം ഈ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുക്കുന്നത്. പിന്നീട് കൽപേഷ് മുഖാന്തരം ഈ ഗോവർദ്ധന്റെ കൈമാറി വിറ്റു എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഈ കൊള്ള മുതലും തൊണ്ടി മുതലും ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിർവഹിച്ച 2 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങൾ തിങ്കളാഴ്ചയോടുകൂടി ഇരുവരെയും കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ പ്രത്യേക സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇതുവരെ ഈ അന്വേഷണ സംഘത്തിന് അന്വേഷണം തൃപ്തികരമാണ്, നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞ കോടതിയാണ് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ പറയുന്ന മെല്ലെപ്പൊക്കിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്തുകൊണ്ട് പത്മകുമാർ പ്രതിയാണെന്ന് പറയുമ്പോൾ, പത്മകുമാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുമ്പോൾ പത്മകുമാറിൻ്റെ അതേ കാലയളവിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല, കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, പ്രതി ചേർക്കുന്നില്ല എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിന് പിന്നാലെ ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, പത്മകുമാറാണ് ഇത്തരം നടപടികളെല്ലാം എടുത്തത്, തങ്ങൾ ഒപ്പിടുന്ന സമയത്ത് ഈ പറയുന്ന ദേവസ്വം മിനിറ്റ്സിൽ വെട്ടിത്തിരുത്തലുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള പത്മകുമാറിനെതിരായിട്ടുള്ള മൊഴിയാണ് ഇരുവരും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഒരു അമാന്തം ഉള്ളത്. ഏതായാലും അത്തരം നീക്കങ്ങളിലേക്ക് കൂടെ കടക്കാനാണ് അന്വേഷണ സംഘത്തിന് നിലവിലെ തീരുമാനം. സേതു. ഓക്കെ അനു, VS അനു ആണ് വിവരങ്ങൾ നൽകിയത്.